ഫ്രണ്ട്സ്, നമ്മൾ ഫാൻ വർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞ് പോയി നോക്കിയപ്പോൾ എന്താ റെഗുലേറ്റർ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ഒരു വലിയ ടൈപ്പ് പഴയ മോഡലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്വിച്ച് ബോർഡൊന്നും മാറ്റാണ്ട് നമുക്കൊരു പുതിയ മോഡൽ ഈ ഒരു ടൈപ്പ് ഇങ്ങനത്തെ രീതിയിലേക്ക് നമുക്ക് മാറ്റാം. GMൻ്റെ 5 സ്റ്റെപ്പ് റെഗുലേറ്ററാണ് കേട്ടോ അത്. അപ്പോൾ ഇതെങ്ങനെ ഇതിൽ സെറ്റ് ചെയ്യാമെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്കിതൊക്കെ അയക്കണം. നമുക്ക് ഈ പഴയ ഓൾഡ് ടൈപ്പ് റെഗുലേറ്റർ പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരുന്നു, 2-3 ദിവസമൊക്കെ തന്നെ നിൽക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് മാറ്റിയിട്ട് നമുക്ക് GMൻ്റെ ഈ 5 സ്റ്റെപ്പ് ഈ ടൈപ്പ് റെഗുലേറ്റർ നമുക്ക് ഇതിലെങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത് ഷീറ്റ് ആയതുകൊണ്ട് ഇതിപ്പോൾ ആരും കട്ട് ചെയ്യുന്നൊന്നുമില്ല, കട്ടിങ് കാര്യങ്ങളൊക്കെ നിർത്തി. ഇപ്പോൾ എവിടെയും കടയിലൊന്നും കിട്ടാനില്ല. അപ്പോൾ നമുക്ക് ഇതിൽ ചെയ്യാം, ഇതിപ്പോൾ ഇതിൽ എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ള ഒരു ചെറിയൊരു വഴിയാണ് ഞാൻ പറഞ്ഞു തരുന്നുണ്ടോ. അപ്പോൾ ഇത് നമുക്ക് യൂസ് ചെയ്യണം. ഇതിൻ്റെ ഉള്ളിലത്തെ സർക്യൂട്ട് മാത്രം നമുക്ക് മതി. സർക്യൂട്ട് പിന്നെ അതിൻ്റെ നോബ് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സെൻറ്റർ ഭാഗത്തായിട്ടാണ് നമുക്കിത് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ ഒരു ഹോള് നമ്മൾ കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കണം. ഹോള് നല്ല വലുതാവരുത്. വലുതായി കഴിഞ്ഞാൽ ആ ടൈറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ആ സർക്യൂട്ട് നമുക്ക് അവിടെ ടൈറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ, റെഗുലേറ്റർ. അപ്പോൾ അതിൻ്റെ ഒരു പാകത്തിൽ തന്നെ കറക്റ്റ് ടൈറ്റ് ആവുന്ന രീതിയിൽ നമ്മളത് ഹോള് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അത് വുഡിൻ്റെ ഷീറ്റാണ് കേട്ടോ, ഒരു പ്ലൈവുഡിൻ്റെ ചെറിയൊരു കനത്തിലുള്ള ഷീറ്റാണ്. അപ്പോൾ കറക്റ്റ് ത്രെഡ് ഞാൻ ടൈറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് നല്ല ടൈറ്റിൽ തന്നെ അത് നിൽക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് അപ്പുറത്തിന് ഇട്ടിടേണ്ട ആവശ്യമൊന്നും വന്നില്ല. അപ്പോൾ പിന്നെ കറക്റ്റ് നല്ല ടൈറ്റിൽ തന്നെ ഇരുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നീട് അത് ലൂസ് ആവാനുള്ള ചാൻസ് ഒന്നും വരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നോബൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു കറക്റ്റായിട്ട്, അതും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല ലൂസ് അതുപോലെ കറക്റ്റ് സ്മൂത്തായിട്ട് തന്നെ അത് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോബൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു. ഇനി കണക്ഷൻ്റെ രീതിയാണ്. അപ്പോൾ അതിലാകെ റെഗുലേറ്റർ വരുന്ന 2 വയർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒന്ന് നമുക്ക് നേരിട്ട് സ്വിച്ചിൽ നിന്ന് വരുന്നതും പിന്നെ നേരെ ഒന്ന് ഫാനിൻ്റെ കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് വേണം ചെയ്യാൻ, ഇല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ തട്ടി നമുക്ക് ഷോക്ക് അടിക്കാനുള്ള ചാൻസൊക്കെ കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഇതെന്താ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്വിച്ച് ബോർഡ് അവർ അവിടെ നിന്ന് മാറ്റണ്ടെന്ന് പറഞ്ഞു. കുറച്ച് പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരാത്ത രീതിയിൽ ഏതാ റെഗുലേറ്റർ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഇവിടെ ചെയ്ത് കൊടുത്തു കേട്ടോ. ഈ പഴയ മോഡലിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. ആകെ 100 രൂപ വിലയുള്ളത് കൊണ്ടും ഇതാകുമ്പോൾ ഒരു 250 രൂപയോളം വിലയുണ്ട്. കുറച്ച് നല്ല ടൈപ്പാണ് കേട്ടോ. കുറച്ച് ഈ GMൻ്റെ ആണ്, കുറേ കാലം നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ പോലെ സെറ്റ് ചെയ്തു. അപ്പോൾ കാണാൻ തന്നെ ചെറിയൊരു ടൈപ്പാണ്, കാണാൻ നല്ല വൃത്തിയുണ്ട് കേട്ടോ. അപ്പോൾ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാതെ നമ്മുടെ ആ നോബ് മാത്രം കാണുന്നുണ്ട്. അപ്പോൾ എത്രയുടെ വെക്കുന്നത്, അതായത് സ്പീഡിൻ്റെ അളവ് ഏതാണെന്ന് അറിഞ്ഞില്ലെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ലപോലെ കുറേ കാലം നിൽക്കുന്നു യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഫാൻ. ഇവിടെ തന്നെയാണ് ഫാനിൻ്റെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തു, കുഴപ്പമില്ല, നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീട്ടുകാർക്ക് ഇത് ഇഷ്ടപ്പെട്ടു, ഇങ്ങനെ ചെയ്തുകൊണ്ട് കാണാൻ നല്ല വൃത്തിയുള്ളതുകൊണ്ട് അവർക്ക് ഇത് ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഒരു ചെറിയൊരു ടിപ്സ്? നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലുള്ള ഓരോ ടിപ്സായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ചാനലിൽ. അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. താങ്ക് യു.